അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കണ്ട് ആ അമലുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അത് കൊണ്ടുവരാൻ തയ്യാറായാൽ എല്ലാ ദിവസവും നമുക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം, കാമിലായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില ഇബാദത്തുകൾ, ആരാധനകളാണ്. നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അള്ളാഹ് ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരുണ്ട്. ഉംറക്ക് ഇപ്പോൾ ദിവസവും ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ കൽബിൽ അതിയായ ആഗ്രഹമാണ്, പടച്ചറബ്ബേ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ കയ്യിൽ പണമില്ല, ഉംറ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ കയ്യിൽ പണമില്ല എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഇത് വലിയ ഒരു മുതൽക്കൂട്ടാണ്. ഇനി ഹജ്ജും ഉംറയും ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇൻഷാ അള്ളാഹ് വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, തുടർന്ന് കേൾക്കുക. ഈ അറിവിനെ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഇൻഷാ അള്ളാഹ് നിങ്ങൾ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും ഹജ്ജ് ചെയ്തവരാണെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തവരാണെങ്കിൽ ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷം നിങ്ങളൊന്ന് കമൻ്റായി അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അള്ളാഹ് ഇനി ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചവരാണെങ്കിൽ അടുത്ത വർഷം ഹജ്ജിന് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നിങ്ങൾ അറിയിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തും ഇൻഷാ അള്ളാഹ്. അല്ലാഹു തആല നമുക്ക് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും ആരംഭപ്പൂവായ മുത്തുനബി അന്തി ഉറങ്ങുന്ന തിരു റൗളായുടെ ചാര ചെന്നുകൊണ്ട് മുത്തുനബിയോട് ഒരു സ്വലാത്ത് പറയാനും സലാമു പറയാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആ സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് വെള്ളിയാഴ്ചകളിൽ മാത്രം ലഭിക്കുന്ന പ്രത്യേകമായ ഒരു ഇബാദത്താണ് ജുമുഅ നിസ്കാരം എന്ന് പറയുന്നത്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. മിസ്കീന്മാരുടെയും ഫക്കീറന്മാരുടെയും ഹജ്ജാണ് ജുമുഅ എന്ന് പറയുന്നത് എന്ന് മുത്തുനബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വെള്ളിയാഴ്ച നേരത്തെ തന്നെ ജുമുഅക്ക് പോയി ആ ഹജ്ജിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ വേണ്ടി നാം തയ്യാറാവണം. അല്ലാഹു തആല നമുക്ക് ജുമുഅ അതിൻ്റെ എല്ലാ കർമ്മങ്ങളും കേട്ട് സന്തോഷത്തോടെ രാവിലെ തന്നെ ജുമുഅക്ക് പോയി എല്ലാത്തിനും പങ്കെടുത്ത് അവസാനത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഉസ്താദിന്റെ ഉപദേശവും ഒക്കെ കേട്ട് സന്തോഷത്തോടെ പള്ളിയിൽ നിന്ന് നമുക്ക് പിരിഞ്ഞു പോരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ വെള്ളിയാഴ്ചത്തെ ജുമുഅ കൊണ്ടും ഹജ്ജിന്റെ പ്രതിഫലം വാങ്ങുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തെ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന, ഓരോരുത്തരും ചെയ്യാറുമുള്ള, അതിൻ്റെ പ്രതിഫലം നാം അറിഞ്ഞിരിക്കേണ്ടതുമായിരിക്കുന്ന ഒരു ഇബാദത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് മക്കയിൽ നിന്ന് ശത്രുക്കളുടെ മർദ്ദനങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ എല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകളായിരിക്കുന്ന സ്വഹാബിമാർ, ആ സ്വഹാബിമാർ മദീനയിലെത്തിയ സമയത്ത് അവിടെയുള്ളതായിരിക്കുന്ന അൻസാരിങ്ങളായിരിക്കുന്ന സ്വഹാബിമാർ, അതുപോലെ തന്നെ നല്ല ധനാഢ്യരായിരിക്കുന്ന സ്വഹാബിമാർ, അവർ എല്ലാ വർഷവും ഹജ്ജിനും ഉംറക്കും പോകുന്നു.
അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ അവരുടെ ധനം കൊണ്ട് കൂടുതൽ സ്വതക്ക ചെയ്യുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ മുഹാജിറുകളായിരിക്കുന്ന ആ സ്വഹാബത്തിനിക്ക് വല്ലാത്ത സങ്കടമായി. അവർ മുത്തുനബിയുടെ അരികിൽ വന്നുകൊണ്ട് മുത്തുനബിയോട് സങ്കടം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെയാണ് അവരും നിസ്കരിക്കുന്നത്, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെയാണ് അവരും നോമ്പനുഷ്ഠിക്കുന്നത്. പക്ഷേ അവർക്ക് സമ്പത്തുള്ളത് കൊണ്ട് അവർ കൂടുതൽ സ്വതക്ക ചെയ്യുന്നു, യുദ്ധങ്ങളിൽ ആ സമ്പത്ത് കൊണ്ട് അവർ പങ്കെടുക്കുന്നു, അവർ ഹജ്ജും ഉംറയുമൊക്കെ ആ സമ്പത്ത് കൊണ്ട് ചെയ്യുന്നു. ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ലല്ലോ നബിയെ, ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് മുത്തുനബിയോട് അവിടുന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തുൽ കിറാമിന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സുബ്ഹാനല്ലാഹ് 33 തവണ പറയണം, അൽഹംദുലില്ലാഹ് 33 തവണ പറയണം, അല്ലാഹു അക്ബർ 33 തവണ പറയണം. അത് നിങ്ങളെല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവുമാണ് പറയേണ്ടത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തുൽ കിറാമിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഒക്കെ എല്ലാ ഫർള് നിസ്കാരത്തിനു ശേഷം എത്ര സമയമില്ല എങ്കിലും നമുക്ക് ഉള്ള സമയത്തിന് അവിടെ ഇരുന്നു കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് ഈ 3 ദിക്റുകളും നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ് ചൊല്ലണം, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് ചൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുപോലെ തന്നെ സമ്പാദ്യം കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബത്തുൽ കിറാമുണ്ട്. അവർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന പ്രതിഫലം പോലത്തെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് നാം നഷ്ടപ്പെടുത്താതിരിക്കുക. 3ാമത്തെ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്ത് നമുക്കറിയാം. നാമൊക്കെ സുബഹി ജമാഅത്തായി നിസ്കരിക്കുന്നവരാണ്. വീട്ടിൽ നിന്ന് ഉമ്മമാരാണെങ്കിൽ സുബഹി നിസ്കരിക്കുന്നവരാണ്. ആ സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ സിക്റിലായി നിൽക്കുക എന്നുള്ളതാണ്. ഖുർആൻ ഓതാം, നമുക്കറിയുന്ന ദിക്റുകൾ ചൊല്ലാം. സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലായി നിന്നാൽ പരിപൂർണമായിരിക്കുന്ന ഉംറ ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. ഉംറത്തൻ താമ, പരിപൂർണമായ ഉംറ ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം എന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ സൂര്യൻ ഉദിക്കുന്നത് വരെ നാം സിക്റിലും ഖുർആനോത്തിലുമായി കഴിഞ്ഞുകൂടുക. അല്ലാഹു തആല നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. അടുത്ത പ്രതിഫലം എന്ന് പറയുന്നത് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി ഒരാൾ വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് പള്ളിയിലേക്ക് വരിക എന്നുള്ളതാണ്. എല്ലാ ജമാഅത്ത് നിസ്കാരത്തിനും അവൻ വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് പള്ളിയിലേക്ക് അവൻ വരുമ്പോൾ, നടന്നു വരുമ്പോൾ അവനിക്ക് ലഭിക്കുന്ന പ്രതിഫലം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്തവനെ പോലത്തെ പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അപ്പോൾ നാം ഏതായാലും പള്ളിയിലേക്ക് ജമാഅത്തിന് പോവുകയാണ്. അപ്പോൾ ഒരു വുളൂ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് നാം പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോൾ ആ പ്രതിഫലം നമുക്ക് കരസ്ഥമാകുന്നു. ഇങ്ങനെ നമ്മുടെ ഓരോ ഇബാദത്തിനും വലിയ വലിയ പ്രതിഫലങ്ങളുണ്ട്. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഇബാദത്തുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ അറിവിനെ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്തു തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റായി ദുആ വസിയത്ത് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ പൊതുപരീക്ഷയും അതുപോലെ തന്നെ ജനറൽ എക്സാമും സ്കൂളുകളിൽ SSLCയും +2 ഒക്കെ പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ പരീക്ഷകളിലും നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല ഉന്നതമായിരിക്കുന്ന വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.